സൗദി അറേബ്യ സഹകരിച്ചില്ല. അതുകൊണ്ടാണ് അമേരിക്ക കപ്പലിൽ നിന്ന് യമനിനെ ആക്രമിക്കപ്പെട്ടത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പറയുന്ന കാര്യം, യമന്റെ അതിർത്തി പങ്കിടുന്ന, യമന്റെ അതിർത്തിയും അതോടൊപ്പം തന്നെ യമന്റെ കടലതിർത്തിയും പങ്കിടുന്ന രാജ്യമാണ് സൗദി അറേബ്യ. 10 വർഷത്തോളം യമനിലെ ഹൂത്തികളുമായി യുദ്ധത്തിലേർപ്പെട്ട രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. എന്നാൽ അവരുടെ ശത്രു ഒക്കെ അവസാനിച്ചുകൊണ്ട് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള വിഷയങ്ങൾ അവസാനിപ്പിക്കുന്നിടത്ത് ചൈന ഇടപെടുകയും സംഘർഷാവസ്ഥ പരിഹരിക്കുകയും ചെയ്തതോടുകൂടി ശത്രുത കാര്യങ്ങളൊന്നുമില്ല. അത് വല്ലാത്ത രീതിയിലുള്ള പ്രയാസം അമേരിക്കക്ക് സൃഷ്ടിക്കുന്നു. ഇപ്പോ തീർച്ചയായിട്ടും യമന്റെ ശക്തിയെ ഇല്ലാതാക്കുക എന്നുള്ളത് ചെങ്കടലിനെ മോചിപ്പിക്കാൻ വേണ്ടി നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് എന്ന് അമേരിക്ക കരുതുന്നു. ഒരു വർഷമായി ഈ മേഖലയിൽ യമനും അമേരിക്കയും മുഖാമുഖം ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യമന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ഒരു ഭീഷണിയുണ്ടായ സാഹചര്യത്തിൽ ഇനി സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖല ആവില്ല ചെങ്കടൽ എന്ന് കണക്ക് കൂട്ടിയിട്ട് അവരെ ആക്രമിച്ചുകൊണ്ട് ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ തീരുമാനം.